ഇവിടെ നേരത്തെ വിനയൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയും ഇതിൽ പവർ ഗ്രൂപ്പിൽ പെടുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ ചോദിക്കുന്നത്, ഈ അദ്ദേഹത്തിന് തിലകന്റെ കാര്യം തന്നെയാണ്, അതിൽ കൃത്യമായിട്ട് പേരൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ആത്മയിലേക്ക് വരുന്നു, അവിടെയും സീരിയലിലും വിലക്കപ്പെടുന്ന രീതി ഉണ്ടാകുന്നു എന്ന തരത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ആളൊക്കെ ചുമതലയിലുണ്ട്, ആത്മയുടെ ചുമതലയിലുള്ള കാലഘട്ടമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം നേരിട്ടറിയാമോ സോണിയയ്ക്ക്? ആത്മയിൽ നിന്ന് അച്ഛനെ വിലക്കിയത് ആരാണെന്ന് അച്ഛന് വ്യക്തമായിട്ട് അറിയാം, എനിക്കും അറിയാം. ആ വ്യക്തിക്കെതിരെ സംസാരിച്ചാൽ അച്ഛന് നേരെ ഗുണ്ടായുസവും നടത്തി, അച്ഛൻ്റെ കാറൊക്കെ അടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു ഭീഷണി കത്ത് വന്നിരുന്നു വീട്ടിലേക്ക്. അത് എഴുതിയിരിക്കുന്ന ഡയറക്റ്റായിട്ടല്ല, ഒരു എന്താ പറയുക, മഹാഭാരത കഥയും എടുത്ത് ഇങ്ങനെ ഒരു വേറെ രീതിയിലാക്കിയിട്ടാണ് അയച്ചിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മാനസികമായിട്ടും തളർത്തി അച്ഛനെ. ഈ പറയുന്ന ആള് ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിലുണ്ടോ? അത് ഹേമ മാഡം പുറത്തു വിടാത്തിടത്തോളം ഞാനും അത് തൽക്കാലം പറയുന്നില്ല. എന്തായാലും ഈ തരത്തിൽ ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ ആളുകളൊക്കെ ഇന്ന് സമൂഹത്തിൽ വലിയ രീതിയിൽ, നല്ല രീതിയിൽ അംഗീകരിക്കപ്പെടുന്ന തലപ്പത്ത് തന്നെയുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇവര് ഏത് തരത്തിലാണ്, അതായത് നമ്മൾ ഇവരുടെ 15 അംഗ പവർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു, അല്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പറ്റി പറഞ്ഞു. ഏത് കാലഘട്ടം മുതലാണ് ഇവർ ഇത്തരത്തിലൊരു മാഫിയ സംഘം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയതെന്നും ഇപ്പോൾ തിലകനെ പോലുള്ള മുതിർന്ന നടന്മാരെ വരെ വിലക്കുന്ന തരത്തിലേക്ക് ഇവർക്ക് അധികാര കൈമാറ്റം ഉണ്ടായതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമോ? അതായത് ഈ സംഘടന രൂപീകരിക്കുന്നതിന് മുൻപ് വരെ ഇവരൊക്കെ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. അവർ വേറെ രീതിയിലായിരുന്നു ഇടപെട്ടിരുന്നതും. അതെനിക്ക് നേരിട്ട് അറിയാം. ഞാൻ എൻ്റെ ഒരു 2ാം ക്ലാസ് മുതൽ ഇവരെയൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതും വീട്ടിൽ വരുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നാണോ ഈ സംഘടന രൂപീകരിച്ചത്, ഈ സംഘടന രൂപീകരിച്ച ആ മീറ്റിംഗ് പോലും ഒരാൾ അച്ഛനെ ഫോൺ ചെയ്ത് പറയുകയാണ് ചേട്ടനെതിരെയാണ് അവരുടെ പ്രധാന സംസാരം. കാരണം അച്ഛന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ 80, 90 ഇടയ്ക്ക് കുറേ അവാർഡുകൾ ഒരുമിച്ച് കിട്ടിയതിൻ്റെ നമുക്ക് അവാർഡ് കുത്തക പൊളിക്കണം എന്ന് പറഞ്ഞ് ഒരാൾ ഫോൺ ചെയ്തു. ഇത് എത്രത്തോളം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഫോൺ ചെയ്തു, അതിന് ഞാൻ സാക്ഷിയുമാണ്. അപ്പോൾ ആ സംഭവം അങ്ങനെ. അപ്പോൾ എന്തിനാണ് ഇത് തുടങ്ങിയെന്നുള്ളതിൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നിലയ്ക്ക് നിർത്തുക, എല്ലാവരെയും നമ്മളുടെ അണ്ടറിൽ നിർത്തുക, നമ്മളെക്കാൾ മുകളിൽ കയറി വേറൊരാൾ സിനിമ എടുക്കണ്ട അങ്ങനെ ഇപ്പോൾ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പം ഈ ഇത്രത്തോളം പീഡനം അല്ലെങ്കിൽ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പുറത്തു വന്നിട്ടും അവരുടേതായ രീതിക്ക് എന്തെങ്കിലും ഒരു നിലപാട് പറയുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്കെതിരെ പോക്സോ കേസ് വരെ ഉള്ള ഇതാണ് അതിനകത്ത് പറയുന്നത്. അപ്പം സ്വമേധയാ കേസെടുക്കേണ്ടവർ പോലും എടുക്കുന്നില്ല, സംഘടനയും എടുക്കുന്നില്ല. അപ്പം ഇവർ ആർക്ക് വേണ്ടി, ആരുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്? ഇത് പ്രവർത്തിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ടു കീപ് എവരിബഡി ഇൻ ലൈൻ, അത്രേ ഉള്ളൂ. അതായത് ഈ ഷമ്മി തിലകൻ സിനിമയിലേക്ക് എത്തുന്നു, സഹോദരങ്ങളൊക്കെ സിനിമയിലേക്ക് എത്തുന്നുണ്ട്. സോണി എന്തുകൊണ്ടായിരിക്കും സിനിമയുടെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് എത്തുന്നതിനെ പറ്റി ചിന്തിക്കാൻ എന്തുകൊണ്ടായിരിക്കും? ഞാൻ ബൈ പ്രൊഫഷണൽ ഡെന്റൽ സർജനാണ്. അച്ഛന് ഡോക്ടർ ആകണം എന്നായിരുന്നു താല്പര്യം. അപ്പോൾ അച്ഛനാകാൻ പറ്റാഞ്ഞതുകൊണ്ട് അച്ഛൻ എന്നെ ഡോക്ടറായിട്ട് കാണണം, അങ്ങനെ ആ ഒരു ലൈനിൽ ഞങ്ങൾ പഠിച്ചു, ഞാനും എൻ്റെ സിസ്റ്ററും. പിന്നെ സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ ഒരുപാട് പ്രാവശ്യം ചാൻസൊക്കെ വിളിച്ചിട്ടുണ്ട്. അതായത് ചാണക്യ എന്ന് പറഞ്ഞ സിനിമയിൽ കമലഹാസൻ സാറിൻ്റെ സിസ്റ്ററായിട്ട് അഭിനയിക്കാൻ എന്നോട് പറഞ്ഞു. ഞാനന്ന് ഒരു 6th or 7th പഠിക്കുന്ന സമയത്താണ്. പക്ഷേ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. എനിക്ക് ക്യാമറ കോൺഷ്യസ്, പിന്നെ ഞങ്ങൾ ബോർഡിങ്ങിലൊക്കെ വളർന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് ആകെ ഒരു തവണയാണ് ചോദിച്ചിട്ടുള്ളൂ, നീ അഭിനയിക്കുന്നോ? ഞാൻ ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു അഭിനയിക്കുന്നു. അപ്പോൾ എനിക്ക് ആണുങ്ങളുടെ ദേഹത്ത് തൊടാനുള്ള ഒരു മടി, അതാണ് എൻ്റെ പ്രധാന അന്നത്തെ അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വിനയൻ സാറിൻ്റെ ഒരു സിനിമയിൽ ഒരു ഡോക്ടറായിട്ട് അച്ഛനുള്ള സീനിൽ തന്നെ എനിക്ക് അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയല്ല, ഒരു പക്ഷേ ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇക്കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയുന്ന ഒരാളെന്ന രീതിയിൽ ഭയമുണ്ടാകുമായിരുന്നു സിനിമയിലേക്ക്? അച്ഛനുള്ളപ്പോൾ എനിക്കൊരു ഭയവും ഇല്ല. കാരണം അച്ഛൻ്റെ അടുത്ത് ഉള്ള അതേ അച്ഛനെ എങ്ങനെയാണോ അവർ കാണുന്നത് അതുപോലെ തന്നെയാണ് എന്നെ നോക്കുക പോലും ഇല്ല. അതുപോലെയായിരുന്നു ഞാൻ കൂടെ ഉള്ളപ്പോഴൊക്കെ, അച്ഛനുള്ളപ്പോഴൊക്കെ. അതിനുശേഷമാണ് കാര്യങ്ങൾ മാറിയത് അല്ലേ? അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഒരു കാര്യം കൂടി ചോദിക്കുക, അതായത് ഈ അമ്മ എന്നുള്ള താരസംഘടന
അമ്മ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാവുള്ളൂ. ആ കേസ് ഉണ്ടായതിന് പിന്നാലെ ഏത് തരത്തിൽ അവർ ഇടപെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് അമ്മ എന്നല്ല ഈ സംഘടനയെ വിളിക്കേണ്ടത്, AMMA എന്ന് മാത്രമാണ് തരത്തിലേക്ക് ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയും ആ തരത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്തത്. അമ്മ എന്ന് വിളിക്കുമ്പോൾ അത് മലയാള സിനിമയുടെ ഒരു കൂട്ടമാണ്, അല്ലെങ്കിൽ അത് മലയാള സിനിമയുടെ തറവാട് എന്നാണ് തരത്തിലൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയല്ല, അമ്മ എന്നുള്ള പേരിട്ട് വിളിക്കാൻ അനുയോജ്യപ്പെട്ടൊരു സംഘടനയല്ല അതെന്നുള്ള തോന്നലുണ്ടോ സോണിയയ്ക്ക്? ആ പേര് മാറിയിട്ട് ഒരുപാട് കാലമായല്ലോ, AMMA എന്നാക്കി. അതിൽ ഒരു പീഡനത്തിനിരയായി എന്ന് പറയുന്ന ഒരു നടിയുടെ വിഷയം വന്നപ്പോൾ അച്ഛനെതിരെ ഈ ഒരു ഗുണ്ടായിസം ഉണ്ട് എന്ന് പുറത്ത് പറഞ്ഞ ആളെ ഇവർ പുറത്താക്കുകയും ഇതിൽ ആരോപിക്കപ്പെട്ട നടനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആദ്യം ഒരു സംസാരമുണ്ടായി, ഇവർ പുറത്താക്കും എന്നുള്ള ലെവലിൽ വന്നിട്ട് പിന്നീടും അവർ പുള്ളിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത്. അപ്പം അന്ന് ആ സമയത്ത് ഞാനൊരു ബൈറ്റ് പറഞ്ഞിരുന്നു, ഇതുപോലെ അമ്മയ്ക്ക് ഇരട്ടത്താപ്പ് നയമാണെന്ന്. അതായത് ഈ 15 അംഗ കമ്മിറ്റിയിലുള്ളവർ എന്ത് കുറ്റം ചെയ്താലും അതൊന്നും നമ്മുടെ എന്താ പറയുക ലോയുടെ മുൻപിൽ ഒന്നുമല്ല. ഇവരുടെ ഇതിനെല്ലാം ഒത്താശ ചെയ്യാത്തവരെ, അവരുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുന്നവരെ വിലക്കുക, പുറത്താക്കുക, ആക്ഷൻ എടുക്കുക. അപ്പം ഈ സംഘടനയുടെ ഉദ്ദേശം അതല്ലേ, വെൽഫെയർ അല്ല.